ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് 2 ഐറ്റം ജ്യൂസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അതിലപ്പുറം നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന 2 ഐറ്റം ജ്യൂസാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം വേനൽക്കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള 2 ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് വെള്ളരിക്കയും ഒന്ന് ക്യാരറ്റും വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പച്ചക്ക് കഴിക്കുന്നതും അല്ലാതെ കഴിക്കുന്നതും ഇത് നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് ഒരു ക്യാരറ്റ്. അത് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത് വിരൾച്ച മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഈ ഒരു ക്യാരറ്റ്. അപ്പോൾ അതേപോലെ നമ്മൾ ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കൂടിയ അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വൈറ്റമിൻ എയും സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ ക്യാരറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ കട്ടാക്കി എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റ് മുഴുവനും ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും കുക്ക് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്ന ആ ഒരു സമയത്തിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പച്ചച്ചുവ മാറിക്കിട്ടും. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടാവും ചെയ്യും. അപ്പോൾ ഇത് പച്ചക്ക് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായി തണുത്ത ശേഷം ഞാനൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കട്ടെ നല്ലത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് എന്നോണം ഞാനൊരു 4 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഏലക്ക ചേർത്തത് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എത്ര പണിയുള്ളൂ കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടിച്ചെടുത്ത ക്യാരറ്റ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ക്യാരറ്റും പാലും കൂടി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുടിക്കുന്ന സമയത്ത് വിശപ്പ് അകറ്റാനും കഴിയും കേട്ടോ. ഈ രീതിക്കൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ. ഇതിലേക്ക് കുറച്ച് ഗ്രേപ്സ് കൂടി ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാമും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഐറ്റംസ് കിട്ടും കേട്ടോ. ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു വേനൽക്കാലത്ത് നമുക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്യും കേട്ടോ. ഈ വക ഐറ്റംസ് ജ്യൂസൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ജ്യൂസാക്കിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ അടുത്ത ജ്യൂസാണ് നമ്മുടെ കുക്കുംബർ, അതായത് വെള്ളരിക്കയാണ് ഇത്. അപ്പോൾ വെള്ളരിക്ക പച്ചക്ക് കുടിക്കുന്നതിന് നല്ലതാണെന്നിട്ട് പറയുന്നത്. അപ്പോൾ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത്. അപ്പോൾ ഇത് ചർമ്മത്തിന് നല്ലതാണ്. അതേപോലെ നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാനും ശരീരത്തിൽ ജലം നിലനിർത്താനൊക്കെ നല്ലതാണ്. നിർജ്ജലീകരണാവസ്ഥ തടയുന്നൊക്കെ റേറ്റാണ് കേട്ടോ ഈ ഒരു വെള്ളരിക്ക. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ കൂടിയ അളവിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തും. അപ്പോൾ നമുക്കിത് ജ്യൂസാക്കി കഴിക്കാൻ വേണ്ടി അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടത്. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് കുടിച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് ഒഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് ഈ 2 ഐറ്റവും. നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസാക്കി കഴിക്കുന്ന അത്ര ചിലവുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസും. അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസും വെള്ളരിക്ക ജ്യൂസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഈ ഒരു വേനൽക്കാലത്ത് മക്കൾക്കായാലൊക്കെ ഇത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.